എന്നെ ഉപദേശിക്കാൻ അയാൾ ആരടി? ആരായാള്? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഭാര്യ വീട്ടിൽ കിടക്കണന്മാര് നട്ടല്ലില്ലാത്തവന്മാരാണെന്ന്. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. അതൊന്നുമല്ല, അത് പൊതുവേ പറഞ്ഞു. എന്ത് പൊതുവെ? ഒരു പൊതുവേ അല്ല. ഈ പഞ്ചായത്തിൽ വേറെ ആരും അങ്ങനെ കിടക്കണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ ക്ലീറ്റോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മനുഷ്യനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? ജമന്തിയുടെ അച്ഛനായി പോയില്ലേ. എന്തൊക്കെയായാലും ശരിയല്ല, ഇങ്ങനെയാണ് ഇയാളുടെ പോക്കെങ്കിൽ ഞാനും ഇയാളായിട്ട് ഒത്തുപോകൂല. ക്ലീറ്റോ പരമാവധി ക്ഷമിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജമന്തിയുടെ മുഖത്ത് നോക്കാൻ പറ്റാതായി പോകും. എനിക്ക് ആരും നോക്കാല്ല തങ്കം. അങ്ങനെയല്ല, നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോവണ്ട. അത് തന്നെയാ നല്ലത്. ഞാനൊരു കടുവിനകത്ത് കയറി ഒളിച്ചിരിക്കാടി ഇയാളെ പേടിച്ചിട്ട്. ഇത് ഇങ്ങനെ കിടന്ന് വലിച്ചു വലിച്ച് പോയില്ലെങ്കിൽ മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ തീരും കേട്ടോ ഇയാള്. അങ്ങനെയൊന്നും പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എങ്ങനെ ഞാൻ പറയണ്ടേ? എന്റെ ദൈവമേ, ഇച്ചിരി നേരം കൂടെ എന്നെ എന്തൊക്കെ ശരിയടാ. പോട്ടലയാ? എന്തോന്ന് പോട്ടെന്ന് അളിയൻ പറയണത്? വയസ്സായാളല്ലേടാ, അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ കാര്യമാക്കണ്ടത്. അളിയാ, ഇയാള് മാത്രമല്ല ലോകത്ത് വയസ്സായിട്ടുള്ള ഒരാള്. ഒരുപാട് വയസ്സന്മാരുണ്ട്. അവരൊക്കെ വളരെ മര്യാദയായിട്ട് വയസ്സറിഞ്ഞ് അവർ ജീവിക്കുന്നുണ്ട്. നമ്മുടെ അമ്മ വയസ്സായതല്ലേ? ആ, അമ്മാവൻ എന്താ വയസ്സായതല്ലേ? നീ എന്തിനാ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ ക്ലീറ്റോനെ പറഞ്ഞപ്പോ, എന്നെ പറഞ്ഞപ്പോ. ഞാനെന്ത് പറയാനാ? നിനക്ക് പേടി ഭാര്യനെയും ഭാര്യയുടെ അച്ഛനെ. അങ്ങനല്ല, നമ്മളെ വീട്ടിൽ ഒരാൾ ഇരുന്നിരുന്ന് കയറി വരുന്നു. എനിക്ക് ആരെയും പേടിയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോട്ടടാ, നീ ഇനിയിപ്പോ അതിന്റെ പേര് ഇരിക്കണ്ട. നമുക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കായിരുന്നാ, നീ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. ഒന്ന് പറഞ്ഞേക്ക്, ക്ലീറ്റോ കുറച്ച് കണിശക്കാരനാണെന്ന് പറഞ്ഞേക്ക്. ഞാൻ വളരെ മോശമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണല്ലേ. ഞാനും ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നതിൽ പകുതിയും പുള്ളി കേൾക്കൂല, വലിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ സുഖമില്ലാത്ത ആളല്ലേ, നമ്മൾ കണ്ടില്ലെന്ന് വെക്കണോടാ. വയസ്സാകുമ്പോ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അളിയാ, എനിക്കതൊന്നും പറ്റൂല. കാരണം നിനക്ക് നിന്റെ ഭാര്യയുടെ അച്ഛനാണ്. നീ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടിച്ചോ. പക്ഷെ എനിക്ക് എന്റെ നിമ്മാതിരി ചോറിനെ വർത്താനായിട്ടോ ഞാൻ അതിന്റെ രീതിക്ക് ഞാൻ പ്രതികരിക്കും. പോട്ടെ, ഇനി അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞു വിലക്കാൻ നിനക്ക് കൊള്ളാം. കുറച്ചാളൂടെ അമ്മാവനുണ്ടാവും. എനിക്ക് ഓഫീസിൽ പോകണം. ഞാൻ പോയിട്ട്, നീ വെറുതെ ഇതൊന്നും നടക്കല്ലേ. പോട്ടെ, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യം ഒന്നും അറിയണ്ടല്ലോ. അളിയൊന്ന് സ്വസ്ഥമായല്ലോ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരും. നീ ഒന്ന് നോക്കണം, വയ്യാത്ത ആളാണ്. അതെന്തെല്ലാം സഹായമാണെങ്കിൽ അങ്ങോട്ട് പോണേ. അവിടെ പോയി എന്റെ തലയും വീതോണ്ട് പോകും. വെറുതെ അല്ലാട്ടോ, അത് ഇത്ര നാളായിട്ട് അവിടെ പോവാൻ മടി കാണിക്കണത് നമ്മുടെ കേമാ.